ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതം ചില സമയങ്ങളിൽ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഉടഞ്ഞ പാത്രം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണിത്. ജീവിതത്തിൽ കഷ്ടതകളുടെയും വേദനകളുടെയും എണ്ണമറ്റ ദുഃഖങ്ങളുടെയും നടുവിൽ ദൈവഭക്തൻ ദൈവം മുമ്പാകെ പറയുന്ന ചില വാക്കുകളാണ് ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 31 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിലാണ്. ആ വാക്യത്തിൽ മറ്റൊരു ഭാഗം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ 31 സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വേദപുസ്തകത്തിൽ മറ്റേതെങ്കിലും സങ്കീർത്തനത്തിൽ സമാനമായ കഷ്ടതയിലൂടെ പോയിട്ടുള്ളതായി ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിഭീകരമായ വിവരണങ്ങളാണ് ഈ 31 സങ്കീർത്തനത്തിൽ ഞാൻ കണ്ടത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, പോകുന്നവരുണ്ടാകാം. പക്ഷേ ഈ 31 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ, ആ കഷ്ടതയിലും ദൈവം നമ്മളെ സഹായിക്കുന്നു, പണിയുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേവലം വെറും വാക്കുകളിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ മറുപടി ഉണ്ടാകണമെന്നില്ല. ആ ആശ്രയം എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണമെന്നുള്ളത് ഞാൻ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ വന്ന് നിരവധി ആളുകൾ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളും കർത്താവിൽ ആശ്രയിച്ചു, അവിടുന്ന് ഞങ്ങൾക്ക് മറുപടി തന്നു, ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് അറിയുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് വലുതെന്ന്. ഒരിക്കലുമല്ല. ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മുടെയൊന്നും പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നേ. അത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പായി പറയാം: ഉടഞ്ഞ പാത്രം പോലെ ആയിരുന്നാലും, മരിച്ചവനെ പോലെ മനുഷ്യർ ഉപേക്ഷിച്ചു കളഞ്ഞാലും, ചുറ്റുപാടുമുള്ളവരെല്ലാം പ്രതികൂലമായാലും, ദൈവം ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവാശ്രയത്തോടെ ഒരു വ്യക്തി മുന്നോട്ട് പോയാൽ ഉറപ്പായും ആ ഉടഞ്ഞ പാത്രത്തെ ഒരു പാടുകൾ പോലുമില്ലാതെ കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ എൻ്റെ ധാരാളം സാക്ഷ്യങ്ങൾ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വേഗത്തിൽ ഈ വചനം നൽകുന്ന ആശ്വാസത്തിലേക്കും ധൈര്യത്തിലേക്കും വേഗത്തിൽ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 31 സങ്കീർത്തനത്തിൽ നിന്നാണ്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് താൻ ഈ സങ്കീർത്തനം എഴുതുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തന്റെ കഷ്ടതകളുടെയും വേദനകളുടെയും നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഇടയ്ക്കിടെ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ആരെങ്കിലുമൊക്കെ വല്ലാത്ത പ്രശ്നത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ സ്നേഹത്തോടെ അതിനെ തരണം ചെയ്യാൻ ഞങ്ങൾ വചനത്തിൽ നിന്ന് കണ്ടെത്തിയതും ജീവിതാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം സത്യത്തിൽ ഒരു പ്രവചന സങ്കീർത്തനമാണ്. കാരണം എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന് 31 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. അത് 5 വാക്യത്തിലാണ്. സത്യത്തിൽ ഇതിൻ്റെ നിവർത്തി കാൽവറി ക്രൂശിൽ, അതേ, ആ ആണികളിൽ തൂങ്ങപ്പെട്ടപ്പോൾ
നമ്മുടെ ആത്മമണവാളനായ കർത്താവ് നിലവിളിയോടെ പിതാവിൻ്റെ മുൻപിൽ കഴിച്ച പ്രാർത്ഥനയാണത്. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ശരിക്കും ക്രിസ്തുവിൻ്റെ കഷ്ടതകളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലും യേശു കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റാരേക്കാളും നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളോട് സിമ്പതി കാണിക്കാൻ പറ്റുന്ന, സഹതാപം കാണിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനും യേശു കർത്താവ് തന്നെയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഞാൻ അതിലേക്ക് പിന്നീട് പോകാം. ഈ സങ്കീർത്തനത്തിലെ കഷ്ടതകളുടെ വിവരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവരായിട്ട് ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലൂടെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതൊന്നൊന്നായി നിങ്ങളോട് വിവരിക്കാം. അതിനുശേഷം ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്ന രീതികളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മൂന്നാമതായി കർത്താവിൻ്റെ കഷ്ടതകളെയും നമ്മുടെ ജീവിതാനുഭവങ്ങളെയും ഒന്ന് ചേർത്ത് ആ കൃപ ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് വളരെ വേഗം ഈ 31-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദൈവമേ ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ണുകൾ കുഴിഞ്ഞ്, ശരീരം തളർന്ന്, വയറ്റിന് പോലും ആരോഗ്യം നഷ്ടപ്പെട്ട്, ശാരീരികവും മാനസികവുമായ നിലയിൽ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവഭക്തനെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാൻ പറ്റും. നമ്മൾ യഥാർത്ഥമായി ചിന്തിച്ചാൽ ഇത് കാൽവറി ക്രൂശിൽ കർത്താവ് അനുഭവിച്ച കഷ്ടതകളുടെ വിവരണം തന്നെയാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അടുത്തത്, എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായിരിക്കുന്നു. മുഖപരിചയമുള്ളവർക്ക് ഞാൻ ഭയഹേതുവായി. എന്നെ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. ചുറ്റും ഭീതി എന്ന് പറയുന്ന ഒരു അപശ്രുതി ഞാൻ കേട്ടിരിക്കുന്നു. അപ്പൊ ശരിക്കും ദൈവഭക്തൻ അനുഭവിച്ച കഷ്ടതകളുടെ ആ ഒരു വിവരണമാണ് നമുക്ക് കാണുന്നത്. സമാനമായ സാഹചര്യത്തിലൂടെ, അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടാകുമല്ലോ. ആർക്കാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്നത്? ഞാൻ സ്നേഹത്തോടെ പറയാം, ചില സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഞാൻ ഒരു ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ശരിക്കും നമ്മൾ തനിച്ചാണ്. സത്യമല്ലേ? നമ്മൾ വളരെ പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ സമീപിക്കുന്നവരായ പലരും അവരുടെ ആവശ്യങ്ങളിൽ നമ്മുടെ സഹായം തേടിയിട്ട് നമ്മുടെ ആവശ്യങ്ങളിൽ മുഖം തിരിച്ചു പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ധാരാളം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നീട് വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി കിട്ടി, ദൈവം ഞങ്ങളെ നടത്തി, തിരിച്ചൊരു നന്ദി വാക്കുകൾ പോലും പറയാത്ത എത്രയോ ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ ചില യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു. യേശുവിനെ ഒന്ന് നോക്കുക. കൂടെ നടന്ന പത്രോസ്, കൂടെ നടന്ന യൂദ ചുംബനം കൊണ്ടല്ലേ ഉറ്റിക്കൊടുത്തത്? കാൽവറി ക്രൂശിലെ ആ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് തനിച്ചായിരുന്നു ആ ക്രൂശീകരണ സമയത്തെല്ലാം. ആരെങ്കിലും സഹായിക്കാനോ കൂടെ നിൽക്കാനോ ഉണ്ടോ? കൂടെ നിൽക്കാം, നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞവൻ പോലും പ്രാഗി എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യനിലുള്ളത് അവൻ എന്തെന്ന് അറിഞ്ഞതുകൊണ്ട് ആരുടെയും പക്കൽ തന്നെത്താൻ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അപ്പം ശരിക്കും ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വേളകളിൽ പല സമയത്തും നമ്മൾ തനിച്ചാണ് എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത്
എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവ്. ശരിക്കും ആ യേശുക്രിസ്തുവിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. നമ്മൾ വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും ഇരിക്കുമ്പോൾ അവിടുന്ന് ആ ക്രൂശിൽ അനുഭവിച്ച കഷ്ടതകൾ നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വസ്ത്രമില്ലെങ്കിൽ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അർത്ഥനഗ്നനായി ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ലേ? അടുത്തത്, ആരും നമ്മളോട് ഒരാശ്വാസവാക്ക് പറയാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ പിതാവ് പോലും മറന്നു കളഞ്ഞ ദൈവപുത്രനായവനെ ക്രൂശിൽ നമുക്ക് കാണാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വന്തം പുത്രനോടുകൂടി സകലതും നമുക്ക് തന്നവൻ, ഇല്ലേ, പുത്രനെ പോലും നമുക്ക് തന്നവൻ സകലതും നമുക്ക് തരാതെ ഇരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവുമായുള്ള ഒരാഴമായ സ്നേഹത്തിലേക്ക്, ബന്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറായാൽ അവിടുത്തെ കരുണയും അവിടുത്തെ കൃപയും നമുക്ക് അനുഭവിക്കാൻ പറ്റും. തകർന്നു കിടക്കുന്നു എന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്ന് അവിടുന്ന് നമ്മളെ കൈപിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നിലനിർത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും പീഡാനുഭവങ്ങളെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം അവനില്ല. പക്ഷേ എഴുതിയിരിക്കുന്നത് എന്താണ്? മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. എന്തിന്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആ താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവിടുന്ന് രോമം കത്തിരിക്കുന്ന ആടിനെ പോലെ മിണ്ടാതെ ഇരുന്നത്. അതെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെ അവിടുന്ന്, പ്രിയപ്പെട്ടവരെ, മിണ്ടാതെ ഇരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകൃത്യങ്ങൾക്ക്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ടാണ്. ഒരു നിമിഷം നമുക്ക് ആ കാൽവറി ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ കഷ്ടതകളെയും വേദനകളെയും ഒക്കെ ധ്യാനിക്കുമ്പോൾ ഒരസാധാരണമായ ബലം നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തിനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോയത്? 53-ന്റെ 10-ാമത്തെ വാക്യത്തിൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ഒരു സന്തതിയെ കാണാനാണ്. ആ സന്തതി ആരാണ്? ആ സന്തതി നാം ഓരോരുത്തരുമാണ്. യേശു ക്രിസ്തുവിൻ്റെ പരിപാവനമായ പുണ്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ മക്കളായ നാം ഓരോരുത്തരുമാണ് ആ സന്തതി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര തകർക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഉടയപ്പെട്ട പാത്രം പോലെ ആയിരിക്കുന്നയാളാണെങ്കിലും, സ്നേഹത്തോടെ ഞാൻ പറയാം, ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ ജീവിതം അങ്ങേയ്ക്കായി തരുന്നു, ഞാൻ ജീവിക്കുന്ന കാലങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ഞാൻ അങ്ങേയ്ക്കായി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. 31-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്നത്? അതിനെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതെനിക്കൊന്ന് പറയണം. കഷ്ടതയുണ്ട്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കഷ്ടതയെക്കുറിച്ച് വിവരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതിനെ തരണം ചെയ്യണം. അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടുന്നത്? നമുക്കതിലേക്ക് വളരെ വേഗത്തിൽ വരാം. നമ്മളിവിടെ കാണുന്നത് 3-ാമത്തെ വാക്യത്തിൽ, 31-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, അവിടെ നിന്റെ പാറ എൻ്റെ കോട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ദൈവാശ്രയം ഉറപ്പിക്കുകയാണ്, തെളിയിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ
ക്രൂശിൽ യേശു അത് ചെയ്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമ്പൂർണമായ ഒരു സമർപ്പണമാണ്. കാരണം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും യഹോവയെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ശരിക്കും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ഞാൻ അതിൽ നിന്ന് പുതിയൊരു മെസ്സേജ് ഉണ്ടാക്കാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നീ അത് ചോദിക്കുമായിരുന്നു. ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല നിന്റെ അടുത്ത് നിൽക്കുന്നവൻ ആരാണെന്നും ആ നിൽക്കുന്നവന് നിനക്ക് എന്തൊക്കെ തരാൻ പറ്റുമെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ചോദിച്ചേനെ. നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ചിലത് ദൈവത്തിൽ നിന്ന് ദൈവഹിതപ്രകാരം ചോദിച്ചു വാങ്ങണം. വാ തുറന്ന് ദൈവത്തോട് സംസാരിക്കണം. അതിനൊരു കുഴപ്പവുമില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് പറയും. എനിക്ക് ദേഷ്യമുണ്ടായാലും എനിക്ക് സങ്കടമുണ്ടായാലും എനിക്ക് വിഷമം ഉണ്ടായാലും എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ദൈവത്തോട് പറയും. പക്ഷെ ജീവിതത്തിൻ്റെ അകത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ദൈവം നടത്തി തരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായ ഒരു തുറന്നു പറച്ചിലാണ് ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം ശരിക്കും അടുത്തത്, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. അടുത്തത്, ഈ സങ്കീർത്തനത്തിന്റെ അകത്ത് ഒരു അത്ഭുതകരമായ വാക്യമുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം, നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കണം. അത് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. 31-ാമത്തെ വാക്യം, ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചിലരൊക്കെ പുതുതായിട്ട് വന്നവരാണ്, ചിലരൊക്കെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് വരുന്നവരാണ്. പക്ഷെ ദീർഘവർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ശത്രുവിന്റെ കരങ്ങളിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചില്ല. കഷ്ടത വന്നിട്ടുണ്ട്, പ്രയാസം വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല. ശീമോൻ പത്രോസിനോട് പറയുകയാണ്, നിന്നെ പതിർപോലെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അവസരം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ ഒരു സമയത്തേക്ക് പോയി ഇതൊക്കെ ചെയ്ത് തിരിച്ചു വരിക എന്നാണ്. അപ്പം ശത്രുവിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചില്ല. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തരിൽ തന്നെ 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ചർച്ചിൽ ഒരു വീട്ടിൽ നടക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം ഇതേ ഭാഗം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2000 പന്നികളിൽ ഒരു പന്നിയിൽ 4 ഭൂതം വീതം 6000 ഭൂതം കയറിയപ്പോൾ പന്നികൾ കൂട്ടത്തോടെ കടലിൽ ചാടിച്ചത്തു. പക്ഷെ ഒരു മനുഷ്യനിൽ 6000 ഭൂതമുണ്ടായിട്ടും അവൻ മരിക്കാതെ ഇരുന്നത് കർത്താവിന് അവനെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവം നമ്മളെ ഓരോ ദിവസവും കരങ്ങളിൽ പരിപാലിച്ച് വഴി നടത്തുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ മുന്നറിവ് എത്ര വലിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചില് ഒരു അനുഭവം ഉണ്ടായി. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ എത്ര ചെറിയ കാര്യങ്ങൾ ദൈവം അറിയുന്നു എന്നുള്ളത്. ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. തൻ്റെ വൈഫാണ് സൂസമ്മ എന്നാണ് പേര്. അവരെല്ലാ പ്രാർത്ഥനയ്ക്കും 2 വീലറിൽ വരുന്നവരാണ്. ഒത്തിരി തിരക്കുകളുണ്ടെങ്കിലും അവർ പ്രാർത്ഥനയ്ക്കെല്ലാം വരും. ഞങ്ങളുടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അതിൻ്റെ പുലർച്ചെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ദൈവാത്മാവിനെ ഒരു കാഴ്ച കാണിച്ചു. ഒരു വലിയ കൈ ഇറങ്ങി വന്ന് ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ബ്രദറിനെ തെള്ളി കളയാനായിട്ടൊരു കൈ ഇറങ്ങി വരുന്നു. പെട്ടെന്ന് ഈ സിസ്റ്റർ, ഈ സൂസമ്മ എന്ന് പറയുന്ന ആള് നിലവിളിക്കുന്നു. ഈ വന്ന കൈ തിരിച്ചു കയറിപ്പോകുന്നു. അപ്പം ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ രാവിലെ ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തോ ഒരു ആപത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷെ ദൈവം അതിൽ നിന്ന് നിങ്ങളെ പരിപാലിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇത് പറഞ്ഞ് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് ആ പ്രാർത്ഥനയ്ക്ക് വരുന്ന വഴിയിൽ 2 വീലർ മറിഞ്ഞ് മുട്ടെല്ലാം ഇടിച്ച് കൈയെല്ലാം ഇടിച്ച് കൈമുട്ടും കാലും ഒക്കെ പൊട്ടിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ ചില പരിക്കുകൾ മാത്രം ദോഷമായത് സംഭവിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. ശത്രുവിൻ്റെ കരങ്ങളിൽ നീ എന്നെ ഏൽപ്പിച്ചില്ല. പീലാത്തോസിനോടും ഹേരോദാവിനോടുമൊക്കെ യേശു പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? പീലാത്തോസിനോട് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് അധികാരം കിട്ടാതെ നിനക്ക് എൻ്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ശരിക്കും സ്വർഗസ്ഥനായ ദൈവം അനുവദിക്കാതെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കാറ്റുപോലെ, കോളുപോലെ, തിരമാലകൾ പോലെ വലിയ പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും ദൈവഭക്തൻ പറയുകയാണ്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്ക് കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകും. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച ചിലതുണ്ട്. മനുഷ്യരുടെ കൂട്ടുകെട്ടുകളിൽ നീ അവരെ വിടുവിച്ചു, നിന്റെ കൂടാരത്തിനകത്ത് നീ അവരെ ഒളിപ്പിക്കും. എത്ര മനോഹരമായ സങ്കീർത്തനമാണ്. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ ചിന്തിച്ചു, എങ്കിലും ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവമേ അവിടുന്ന് എൻ്റെ ശബ്ദം കേട്ടു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക. ഉടഞ്ഞ പാത്രം പോലെ ജീവിതമായി തീർന്നാലും കർത്താവിൽ ആശ്രയിക്കുക. ആത്മാർത്ഥതയോടെ അവിടുത്തെ മുഖത്തെ അന്വേഷിക്കുക. തീർച്ചയായും തകർന്നു പോകാതെ നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ യേശു കർത്താവിന് കഴിയും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.